എൻ്റെ പേര് ജിബിൻ. ഞാൻ കോട്ടയം കറുകച്ചാലിൽ നിന്ന് വരുന്നു. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ അധികമൊന്നും പഠിക്കത്തില്ലായിരുന്നു. പക്ഷേ പരീക്ഷ തലേന്ന് മാത്രമേ പഠിക്കത്തുള്ളായിരുന്നു. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ കുർബാന കണ്ടിട്ടായിരുന്നു പരീക്ഷ എഴുതാൻ പോകുന്നത്. പക്ഷേ പല പരീക്ഷകളിലും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് തോന്നിയ സബ്ജക്റ്റിൽ പോലും റിസൾട്ട് വരുമ്പം ഞാൻ നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നേരമൊക്കെ ദൈവത്തിൻ്റെ വിശ്വാസം എന്നിൽ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഖത്തറിൽ എനിക്ക് പോയി കഴിഞ്ഞിട്ട് ഖത്തറിൽ പോയപ്പോഴാണേലും ഞാനൊരു വിസിറ്റ് വിസയിലാണ് പോയത്. അത് ചെന്നൊരു 10 ദിവസമായപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഖത്തറിലായിരുന്നുകൊണ്ടിരുന്നപ്പം കോവിഡ് വന്നു. പള്ളിയെല്ലാം അടച്ചു, ആർക്കും എൻട്രി ഇല്ലാത്ത രീതിയിലാക്കി. അന്നേരം പള്ളി പോക്കും ദൈവവിശ്വാസവും എല്ലാം കുറഞ്ഞു വന്നു. പിന്നെ പള്ളി ഞായറാഴ്ച പോലും പോകാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 ഖത്തറിലെ ഫിഫയുടെ വേൾഡ് കപ്പിൻ്റെ പ്രോജക്റ്റെല്ലാം തീർന്നനുഭവിച്ച് എൻ്റെ കമ്പനി എനിക്ക് ലോങ് ലീവ് തരുന്നത്. ലോങ് ലീവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ടെർമിനേഷൻ എന്നുള്ള രീതി തന്നെയാണ്. കാരണം ശമ്പളവും ഇല്ല, ഒന്നുമില്ല. ഞാൻ നാട്ടിലോട്ട് പോയിക്കോളാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ, വേറെ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഞാനിങ്ങനെ കൺഫ്യൂഷനിൽ നിന്നിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ സഹോദരിയും എന്നോട് പറയുന്നത്, കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് മാതാവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് ഞാൻ ഉടമ്പടി വെച്ചു. അമ്മ എനിക്കൊരു വഴി കാണിച്ചാൽ, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു വഴി കാണിച്ചാൽ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറേ അന്വേഷിച്ച് ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് പല രീതിയിലും എന്നോട് മാതാവും ദൈവവും എന്നെ അറിയിച്ചത് ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് എടുക്കാൻ പോകാനാണ് കാണിച്ചത്. കാരണം എൻ്റെ മാർക്കും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പണ്ട് തൊട്ടുള്ള ആഗ്രഹം അതായതുകൊണ്ട് അത് തന്നെ മുമ്പോട്ടെടുക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. ഞാനങ്ങനെ ജർമ്മനിക്കുള്ള പേപ്പർ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേപ്പർ വർക്കെല്ലാം ഡിലേ ആയി. ഒരു 6 മാസം 7 മാസമായിട്ടും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോഴാണ് എനിക്ക് കുറച്ച് പേപ്പർ ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നതും ഞാനത് കൊണ്ട് കൊടുത്തത് ഉടനെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം നടക്കുന്നു. പക്ഷേ ജൂൺ ആയതുകൊണ്ട് എനിക്ക് ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൊടുത്തതാണ് ലേറ്റ് സബ്മിഷൻസ് ആണേലും റിജക്ഷനായി. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം ഞാനിങ്ങനെ ബൈബിളൊക്കെ എടുത്ത് വായിച്ചു. അപ്പോൾ ബൈബിളൊക്കെ എടുത്ത് വായിച്ചപ്പം എനിക്ക് മർക്കോസ് 11:24 ബൈബിളിൽ വന്നത്. അതായത് നീ എന്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നോ അത് കിട്ടിയതായി വിശ്വസിക്കുക, അത് നിനക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് എനിക്ക് വാക്യം വന്നത്. കൂടാതെ നിൻ്റെ സമയമല്ല ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലാം ശരിയാകുമെന്നുള്ള ഒരു വാക്യവും വന്നു. അന്നേരം ഞാൻ പിന്നെ അടുത്ത ഇൻടേക്കിലേക്ക്, അതായത് 2024 സമ്മർ ഇൻടേക്കിലേക്കുള്ള അഡ്മിഷനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് എൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് ഖത്തറിൽ നിന്ന് വിളി വന്നു, തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യണമെന്നുള്ള ഇതിൽ. അപ്പം ആകെ കൺഫ്യൂഷനായി. എല്ലാവരുടെയും സൈഡിൽ നിന്നും പ്രഷറുണ്ട്, ജോലിക്ക് പോയി കയറ്. പക്ഷേ മാതാവ് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നിട്ട് എന്നെ തിരിച്ച് വേറെ പഴയ വഴിയിലോട്ട് വിടത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കൂടാതെ എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ട്രൈ ചെയ്യ്, നീ മാതാവിനോട് പ്രാർത്ഥിച്ചല്ലേ, നിനക്ക് അതിലോട്ടുള്ള വഴി കാണും, നീ മുമ്പോട്ട് വെച്ച കാല് അതിൽ തന്നെ ഉറച്ചു നിന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒക്ടോബറിൽ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് എനിക്ക് ഡിസംബർ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു അഡ്മിറ്റ് വരുന്നുണ്ട്. ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് വരുന്നു. പക്ഷേ ഞാൻ ടെൻഷനായി. കാരണം അതിനകത്ത് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് ജർമ്മൻ ലാംഗ്വേജിലാണ് കുറച്ച് സബ്ജക്ട്സ് പാസ്സാവണമെന്നുള്ള റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ജർമ്മൻ ലാംഗ്വേജിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എന്താ ഈ വഴി കാണിച്ചെന്ന്, ഇത് ശരിയാണോ, ഞാൻ എടുത്താൽ ശരിയാവുമോ, എനിക്ക് ജർമ്മൻ അറിയാതെ ഞാൻ എങ്ങനെ അത് പോയി പാസ്സാവും എന്നിരിക്കുമ്പോഴാണ് അടുത്ത ദിവസം തന്നെ എനിക്ക് അതേ യൂണിവേഴ്സിറ്റിയിൽ ഫുൾ ഇംഗ്ലീഷിലുള്ള കോഴ്സ് കിട്ടുന്നത്. അങ്ങനെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു.
ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്കൊരു അഡ്മിറ്റ് കിട്ടി. എനിക്ക് എൻ്റെ എല്ലാ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ശരിയായി. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോകാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കിയപ്പോൾ എടുത്തത്. അപ്പം ഈ അഡ്മിറ്റ് കിട്ടിയതോടെ എൻ്റെ എല്ലാ ബാങ്ക് ലോൺ ആണേലും ബാക്കി കാശിൻ്റെ ഇതാണേലും റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നാണേലും എല്ലാം അവരെല്ലാം സഹായിച്ചു. എനിക്ക് ജനുവരി തന്നെ എനിക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റി. ജനുവരി വിസ അപ്ലൈ ചെയ്തിട്ട് ഫെബ്രുവരി പകുതിയായപ്പോൾ തന്നെ എനിക്ക് വിസ കിട്ടി. ഞാൻ ഏപ്രിൽ 3 പോകാനാണ് ടിക്കറ്റും കൂടെ എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും അടുത്ത പ്രോബ്ലം വന്ന് ജർമ്മനിയിൽ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുള്ള സ്ഥലത്ത് അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഉള്ളത് ഭയങ്കര കോസ്റ്റ്ലിയുമാണ്. അതും കൂടാതെ കിട്ടാനും പാടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിവിടെ 7-ാം തീയതി വന്നിങ്ങനെ സാക്ഷ്യം പറയാനിരിക്കുമ്പോഴാണ് എനിക്കൊരു 3 ദിവസം മുമ്പ് വളരെ ചീപ്പായിട്ട് ഒരു നല്ലൊരു റൂം തന്നെ എനിക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നു. അതായത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എനിക്ക് വേണ്ട പോലെ എല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. കൂടാതെ ഞാൻ ഉടമ്പടി എടുത്തതോടെ എനിക്ക് ഉള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കൂടെ ഡിസിപ്ലിൻഡായി. രാവിലെ എണീക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ വിശ്വസിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പിന്നെ മറ്റുള്ളവരിൽ നന്മ കാണാനും മറ്റുള്ളവരെ ക്ഷമിക്കാനും എൻ്റെ ക്ഷമകൾ അത് ഏറ്റുപറഞ്ഞ് ക്ഷമാപണം ചോദിക്കാനുമുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്.